യാത്ര മേഘമലയ്ക്ക് ചിലവായത് 1,00,000 രൂപയിലധികം. സംഭവം സത്യമാണ്. അതിൻ്റെ സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഞങ്ങൾ മേഘമലയിലേക്ക് ഒരു യാത്ര പോയത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുള്ളിക്കാനം വഴിയായിരുന്നു യാത്ര ചെയ്തത്. 2 മാസത്തെ ചൂടിന് ശേഷം മഴയും കോടമഞ്ഞും നിറഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. നട്ടുച്ച സമയത്ത് പോലും അവിടെ നല്ല കോടമഞ്ഞായിരുന്നു. വഴിയിൽ വെള്ളച്ചാട്ടവും തണുത്ത കാറ്റും മഴയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ ഞായറാഴ്ച ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ വഴിയിലൊക്കെ നല്ല തിരക്കായിരിക്കും. പക്ഷെ അന്ന് വഴിയിൽ കാര്യമായിട്ട് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഒരാഴ്ച കഴിയുമ്പോൾ സ്കൂൾ തുറക്കുകയാണല്ലോ. അങ്ങനെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു ടീ ഫാക്ടറി ഔട്ട്ലെറ്റ് കണ്ടത്. അവിടെ കയറി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. ഇത്ര നല്ല കാലാവസ്ഥയിൽ ഒരു ചായ കുടിക്കാതിരിക്കാൻ സത്യം പറഞ്ഞാൽ തോന്നിയില്ല. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് വൈകിട്ടോടെ നമ്മൾ തേക്കടിയിലെത്തി റൂമെടുത്തു. ഇങ്ങനെ തൊപ്പി വെച്ച് കളിക്കുന്നത് അച്ഛൻ്റെയും മോൻ്റെയും സ്ഥിരം പരിപാടിയാണ്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കമ്പംനേനി ഭാഗത്തൂടെയാണ് കേട്ടോ യാത്ര ചെയ്തത്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു കരിക്കിൻ്റെ കട കണ്ടപ്പോൾ അവിടെ നിർത്തി കരിക്കൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മളൊന്ന് റിഫ്രഷായി. അങ്ങനെ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കരിക്കടയുടെ അടുത്തായിട്ട് ഒരു ഒട്ടകത്തിനെ കണ്ടത്. ഒട്ടകത്തിന് എന്താ തമിഴ്നാട്ടിൽക്കാരെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അടുത്തുള്ള മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി. അവിടെ നിന്ന് ജാം, ഗ്രേപ്പ് ജ്യൂസ്, ഗ്രേപ്പ് ടീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ആവശ്യമില്ലെങ്കിലും ഇതൊക്കെ വാങ്ങുന്നത് അപ്പോൾ എൻ്റെ ഒരു ഹോബിയാണ്. അങ്ങനെ കുറച്ച് വാങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. മേഘമലയിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചെക്കിംഗ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നമുക്ക് വണ്ടിയുടെ നമ്പർ എഴുതി കൊടുത്തു എന്നല്ലാതെ പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കയറി. മൂന്നാറിൻ്റെ പോലത്തെ തന്നെ ഒരു സ്ഥലം, പക്ഷേ തിരക്ക് ബഹളങ്ങളൊന്നുമില്ല. മൊബൈൽ റേഞ്ച് പല ഭാഗത്തുമില്ല. പെട്രോൾ പമ്പില്ല. പിന്നെ പെട്രോൾ കിട്ടുന്നൊരു സ്ഥലമുണ്ട്, പക്ഷെ അവിടെ എപ്പോഴും കിട്ടണമെന്നൊന്നും ഉറപ്പില്ല. അങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം ചിലവഴിച്ചിട്ട് വരാം, അങ്ങനത്തെ ഒരു സ്ഥലം. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മഹാരാജാമായിട്ട് വരെ എത്തി. അവിടെ അതായിരുന്നു ലാസ്റ്റ് പോയിന്റ്. അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടുത്തെ ഒരു ചായക്കട നിന്ന് ഓംലെറ്റും ചായയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനിയാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് 1,00,000 രൂപ ചിലവായെന്നുള്ള കാര്യം പറയാം. ഞങ്ങൾ ആ ചായക്കടയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് അപ്പോൾ പറഞ്ഞു ഫോൺ കാണുന്നില്ല. അങ്ങനെ ചായ കുടിച്ച കടയിൽ ഫോൺ വെച്ച് മറന്നു എന്നുള്ളത് മനസ്സിലായിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോയി. അവിടെ എത്തിയപ്പോൾ കടക്കാരൻ പറഞ്ഞത് 2 പോലീസുകാർ വന്നിരുന്നു. അവർ ലേഡീസാണ്, പോലീസുകാരാണെന്ന് പറഞ്ഞു. അവർ ഫോൺ കൊണ്ടുപോയി. എന്നിട്ട് നമ്മളോട് പോലീസ് സ്റ്റേഷനിൽ വന്ന് വാങ്ങിക്കൊള്ളാനും പറഞ്ഞു. നല്ല ആശ്വാസമായി, പോലീസിൻ്റെ കയ്യിൽ സേഫ് ആണല്ലോ. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ശരിക്കുള്ള കഥ. അങ്ങനെ ഒരു പോലീസുകാരെ അവർക്കറിയില്ല, ഫോണും അവിടെ എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കംപ്ലൈൻ്റൊക്കെ എഴുതി കൊടുത്ത് രാത്രി 8 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് നല്ല കാഴ്ചകൾ മാത്രമല്ല ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളും കൂടെ കിട്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വഴികൾ ഇനിയും ബാക്കിയാണ്, യാത്രകൾ ഇനിയും ബാക്കിയുണ്ട്.